ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നാളെ വൈകിട്ട് 7 മണിക്കാണ് അഭിസംബോധന. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയിൽ രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷകളിലും പ്രക്ഷേപണം ഉണ്ടായിരിക്കും. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസിസി, എൻഎസ്എസ്, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകൾ, ടാബ്ലോ കലാകാരന്മാർ, ഗോത്ര വിഭാഗക്കാർ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവ ഒരുക്കുന്ന 31 നിശ്ചല ദൃശ്യങ്ങളാണ് പരേഡിൽ അണിനിരക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം കലാകാരന്മാർ പരേഡിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. ദേശീയ സമ്മതിദായക ദിനം നാളെ. ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിന് സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കും. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം കനകക്കുന്നിൽ നിർവഹിക്കും. ചരിത്ര പ്രാധാന്യമുള്ള ഫോട്ടോകളുടെ പ്രദർശനവും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ പൊതുപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പിന്തുണയ്ക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളിൽ അനധികൃതമായി കഴിയുന്ന ഇന്ത്യൻ പൌരന്മാരെ രേഖകൾ പരിശോധിച്ച് തിരികെ എത്തിക്കാൻ തയ്യാറാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്ര വിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഭരണഘടന അഭിമാന ദിനം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യുദ്ധസ്മാരക മന്ദിരങ്ങളെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. തുടർന്ന് MT വാസുദേവൻ നായരുടെ വസതിയും മന്ത്രി സന്ദർശിച്ചു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആന്റ് അക്കാദമിക് ബ്ലോക്ക് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നടന്നതെന്ന് മന്ത്രി P രാജീവ് ദാവോസിലെ അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരവും നിലവിലെ ചാമ്പ്യനുമായ ആര്യന സബലെങ്ക അമേരിക്കയുടെ മാഡിസൺ കീസുമായി നാളെ ഏറ്റുമുട്ടും. മറ്റന്നാൾ നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനൽ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ജാനിക് സിന്നർ ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ എതിരില്ലാത്ത 1 ഗോളിന് ഈസ്റ്റ് ബംഗാൾ മുന്നിലാണ്. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട്, മുഹമ്മ പോലീസ് സ്റ്റേഷനുകൾക്ക് ISO അംഗീകാരം. ആധുനിക സൌകര്യങ്ങൾ, അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ, പൊതുജന സൌഹൃദ അന്തരീക്ഷം എന്നിവയ്ക്കുള്ള അംഗീകാരമാണ് ഇത്. തിരുവനന്തപുരം നഗരത്തിലെ സീവേജ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംവിധാനത്തിലേക്ക് മഴവെള്ളം, അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കടത്തിവിടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജല അതോറിറ്റിയും നഗരസഭയും തീരുമാനിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ സീവേജ് മാലിന്യങ്ങൾ ലൈനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 2.5 വർഷത്തിനകം കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി കോഴിക്കോട് ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ഐസർ ഇന്റർനാഷണൽ യങ് അക്കാദമി ഓഫ് സയൻസസുമായി സഹകരിച്ച് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം പ്ലാനറ്റോറിയം ഹാളിൽ പൊതുജന സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. എക്സ്റേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രഭാഷണങ്ങൾ നടക്കും. വയോജനക്ഷേമത്തിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിയിൽ 11 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള നഗരപ്രദേശവാസികളായ വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കുകളിലൂടെ സൌജന്യ ചികിത്സ, സൌജന്യ മരുന്ന് തുടങ്ങിയവ നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.